വെക്ടേഴ്സ് എന്ന 10ാം ചാപ്റ്ററിലേക്ക് എല്ലാ വിദ്യാർത്ഥികൾക്കും സ്വാഗതം. എന്താണ് വെക്ടർ, എന്താണ് സ്കെയിലർ, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വെക്ടേഴ്സ്, ഓപ്പറേഷൻസ് ഓൺ വെക്ടേഴ്സ്, ഡിഫറെൻറ്റ് ജോമെട്രിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് വെക്ടേഴ്സ്, ഇവയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഫിസിക്സ്, എഞ്ചിനീയറിംഗ് തുടങ്ങിയ വിവിധ ശാഖകളിൽ ധാരാളം ആപ്ലിക്കേഷനുള്ള ഒരു പാഠഭാഗമാണ് വെക്ടേഴ്സ്. അപ്പോൾ ഈ പാഠഭാഗം എല്ലാവരും വളരെ ശ്രദ്ധാപൂർവം പഠിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അടുത്തായിട്ട് നമ്മൾ ചാപ്റ്റർ 10 വെക്ടർ ആൾജിബ്ര. വെക്ടേഴ്സൊക്കെ നിങ്ങൾ ഫിസിക്സിലൊക്കെ ധാരാളം പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ആ വെക്ടേഴ്സിനെ കുറിച്ചുള്ള ഒരു ക്ലാസ്സാണ്. അപ്പോൾ അതിൻ്റെ എങ്ങനെയാണ് വെക്ടർ ആഡ് ചെയ്യുന്ന, സ്കെയിലർ മൾട്ടിപ്ലിക്കേഷൻ എന്താണ് ഒരു വെക്ടർ, ഒരു വെക്ടറിൻ്റെ ഡയറക്ഷൻ എന്താണ്, മാഗ്നിറ്റ്യൂഡ് എന്താണ്, അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ സാധാരണ പഠിക്കുന്ന രണ്ട് ക്വാണ്ടിറ്റീസ്, ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ആണ്. ഒന്ന് സ്കെയിലർ എന്ന് പറയും, മറ്റൊന്ന് വെക്ടർ. നിങ്ങൾ തന്നെ നേരത്തെ തന്നെ ഫിസിക്സിലൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ആർ ഡിവൈഡഡ് ഇൻറ്റു, ഇപ്പോൾ ഫിസിക്കൽ ക്വാണ്ടിറ്റിയാണ്. They are divided into two. One is scalar and the second one is vector. Scalar എന്ന് പറഞ്ഞാൽ മാഗ്നിറ്റ്യൂഡ് മാത്രം ഉള്ള ഒരു ക്വാണ്ടിറ്റിക്കാണ്, നമ്മൾ ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിക്കാണ്. ഫിസിക്കൽ ക്വാണ്ടിറ്റി ഹാവിങ് ഓൺലി മാഗ്നിറ്റ്യൂഡ് ഈസ് കോൾഡ് സ്കെയിലർ. നേരെ മറിച്ച് ഇഫ് എ ഫിസിക്കൽ ക്വാണ്ടിറ്റി ഹാസ് ബോത്ത് മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ, ഇപ്പോൾ മാഗ്നിറ്റ്യൂഡ് അതിൻ്റെ കൂടെ തന്നെ ഡയറക്ഷൻ നമ്മൾ എടുത്ത് പറയുകയാണെങ്കിൽ അതിനെ നമ്മൾ എന്തെന്ന് പറയുന്നു, വെക്ടർ എന്ന് പറയുന്നു. എക്സാമ്പിളായിട്ട് നമ്മൾ സ്കെയിലറിന് എക്സാമ്പിളായിട്ട് നമ്മൾ പറയുന്നത് സാധാരണ രീതിയിൽ ലെങ്ത്, ഡിസ്റ്റൻസ്, പിന്നെ മാസ്, വോളിയം, ഇങ്ങനെയുള്ള ക്വാണ്ടിറ്റീസിനൊക്കെ ഇപ്പോൾ ഹൈറ്റൊക്കെ നമ്മൾ പറയും ഇത്ര സെൻറ്റിമീറ്റർ ആണെന്നൊക്കെ പറയും. അപ്പോൾ അവിടെ ക്വാണ്ടിറ്റി അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് മാത്രമേ പറയുന്നുള്ളൂ എങ്കിൽ നമുക്ക് അതിന് എന്നാ പറയുക, സ്കെയിലർ എന്ന് പറയും. അപ്പോൾ അതിന് എക്സാമ്പിളാണ്. നേരെ മറിച്ച് വെക്ടർ ആണെങ്കിൽ ഡയറക്ഷനൂടെ കാണും. ഇപ്പോൾ എക്സാമ്പിളായിട്ട് നമ്മൾ ഡിസ്പ്ലേസ്മെൻറ്റ് എന്നൊക്കെ പഠിച്ചിട്ടുണ്ട്. ഡിസ്പ്ലേസ്മെൻറ്റ് 50 കിലോമീറ്റർ ടു ദ സൗത്ത് അല്ലെങ്കിൽ 30 കിലോമീറ്റർ ഫ്രം ദ ഈസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ, അപ്പോൾ ആ ഡയറക്ഷനൂടെ പറയുന്നതുകൊണ്ട് അതൊരു വെക്ടർ ക്വാണ്ടിറ്റിയാണ്. അതുപോലെ തന്നെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് വെലോസിറ്റി, ആക്സിലറേഷൻ, അതുപോലെ തന്നെ ഫോഴ്സ്. ഇതെല്ലാം പറയുമ്പം തന്നെ നമ്മളതിൻ്റെ ക്വാണ്ടിറ്റിയുടെ കൂടെ അല്ലെങ്കിൽ അതിൻ്റെ മാഗ്നിറ്റ്യൂഡിൻ്റെ കൂടെ ഡയറക്ഷനോടെ പറയും. അങ്ങനെയുള്ള ക്വാണ്ടിറ്റിക്ക് നമ്മൾ എന്തെന്ന് പറയുന്നത്, വെക്ടർ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ആ ഈ മാഗ്നിറ്റ്യൂഡിന് നമ്മൾ മോഡുലസ് എന്ന് പറയാറുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ പിന്നീട് വരുന്നുണ്ട്, മോഡുലസ്. ഇപ്പോൾ ഒരു വെക്ടറിൻ്റെ മോഡുലസ് ആയിരിക്കും അതിൻ്റെ മാഗ്നിറ്റ്യൂഡ്. അതിനെക്കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്താണ് സ്കെയിലർ, എന്താണ് ഒരു വെക്ടർ എന്ന് നമുക്ക് മനസ്സിലായല്ലോ. സ്കെയിലർ എന്ന് പറഞ്ഞാൽ എ ഫിസിക്കൽ ക്വാണ്ടിറ്റി ഹാവിങ് ഓൺലി മാഗ്നിറ്റ്യൂഡ്. നേരെ മറിച്ച് ഇഫ് എ ഫിസിക്കൽ ക്വാണ്ടിറ്റി ഹാസ് ബോത്ത് മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ, ഇറ്റ് ഈസ് കോൾഡ് എ വെക്ടർ ആണ്. ഇനി നമ്മൾ സാധാരണ അടുത്തായിട്ട് ഒരു റെപ്രസെൻറ്റേഷൻ ഓഫ് എ വെക്ടർ ആണ് നമ്മൾ അടുത്തായിട്ട് നോക്കും. റെപ്രസെൻറ്റേഷൻ ഓഫ് എ വെക്ടർ. എങ്ങനെയാണ് നമ്മളൊരു വെക്ടർ, നമ്മളിപ്പോൾ എന്താണ് ഒരു വെക്ടർ ക്വാണ്ടിറ്റി എന്ന് പഠിച്ചു. ഇനി ഒരു വെക്ടറിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ നമ്മൾ എങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് നോക്കാം. നമ്മളിപ്പോൾ ഒരു എ ബി എന്ന് പറയുന്ന ഒരു ലൈൻ സെഗ്മെൻറ്റ് എടുക്കാമെന്ന് വിചാരിച്ചു. ലൈൻ സെഗ്മെൻറ്റ് എ ബി എന്നാണ് നമ്മളിത് വായിക്കുന്നത്. അപ്പോൾ അതിനൊരു ഡയറക്ഷനോടുണ്ടെന്ന് വിചാരിക്കും. അപ്പോൾ ഇതിനെ ഒരു ഡയറക്റ്റഡ് ലൈൻ സെഗ്മെൻറ്റ് എന്ന് പറയും. ഡയറക്റ്റഡ് ലൈൻ സെഗ്മെൻറ്റ്. അപ്പോൾ സാധാരണ രീതിയിൽ ഒരു ഡയറക്റ്റഡ് ലൈൻ സെഗ്മെൻറ്റ് വഴിയാണ് നമ്മളൊരു വെക്ടറിനെ സൂചിപ്പിക്കുന്നത്. വെക്ടർ ഈസ് റെപ്രസെൻറ്റഡ് ബൈ എ ഡയറക്റ്റഡ് ലൈൻ സെഗ്മെൻറ്റ്. അപ്പോൾ അതിനൊരു ഡയറക്ഷൻ ഉണ്ട്. ഇപ്പം എ തൊട്ട് ബി വരെ ഉള്ള ഒരു ലെങ്ത് ഇപ്പോൾ ഒരു 5 സെൻറ്റിമീറ്റർ ആണെന്ന് വിചാരിച്ചു. അപ്പോൾ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് 5 സെൻറ്റിമീറ്റർ. അതിൻ്റെ ഡയറക്ഷൻ അങ്ങോട്ടായതുകൊണ്ട് നമ്മളിതിനെ വെക്ടർ എ ബി എന്ന് വിളിക്കും. ഇത് സാധാരണ ഡിനോട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്, വെക്ടർ എ ബി, വായിക്കുന്നത് വെക്ടർ എ ബി എന്നാണ്. ഇപ്പോൾ എ നമ്മൾ ഇനിഷ്യൽ പോയിന്റ്
ഇനീഷ്യൽ പോയിന്റ് അല്ലെങ്കിൽ സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്നൊക്കെ പറയാറുണ്ട്. അല്ലെങ്കിൽ BA ടെർമിനൽ പോയിന്റ് എന്ന് നമ്മൾ പറയും. ലാസ്റ്റ് പോയിന്റ് B ആയതുകൊണ്ട് നമുക്ക് അതിനെ ടെർമിനൽ പോയിന്റ് എന്നും A ഇനിഷ്യൽ പോയിന്റ് അല്ലെങ്കിൽ സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്നും നമ്മൾ പറയാറുണ്ട്. അപ്പോൾ ഒരു ഡയറക്റ്റഡ് ലൈൻ സെഗ്മെന്റ് ഉപയോഗിച്ചാണ് നമ്മളൊരു വെക്ടറിനെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇത് വെക്ടർ AB എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തന്നെ നമുക്ക് നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടത് A തൊട്ട് B വരെയുള്ള ഈ ലെങ്ത്, അത്രയും ലെങ്ത് ആയിരിക്കും അതിൻ്റെ മാഗ്നിറ്റ്യൂഡ്. അപ്പോൾ വെക്ടർ എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ ക്വാണ്ടിറ്റി ഹാവിങ് മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ. പിന്നെ എങ്ങോട്ടാണ് ഡയറക്ഷൻ കൊടുത്തിരിക്കുന്നത് അതിനെ നമ്മൾ അതിൻ്റെ ഡയറക്ഷൻ. അപ്പോൾ വെക്ടർ AB എന്ന് പറഞ്ഞാൽ Aയിൽ നിന്ന് Bയിലേക്കുള്ള ഒരു വെക്ടർ ആയിരിക്കും. നേരെ മറിച്ച് നമ്മൾ തിരിച്ചു പറയാം BA ബാർ. അപ്പോൾ അതിൻ്റെ ഡയറക്ഷൻ ഇങ്ങനെ ആയിരിക്കും, B തൊട്ട് A വരെ ഇങ്ങോട്ടായിരിക്കും. ഇവിടെ B എഴുതാണ്, ഇങ്ങോട്ടായിരിക്കും അതിൻ്റെ ഡയറക്ഷൻ. അപ്പോൾ ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള ആ ലെങ്ത് ആയിരിക്കും അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത്. പിന്നെ നമ്മളെ മാഗ്നിറ്റ്യൂഡിനെ സൂചിപ്പിക്കാൻ ഇപ്പോൾ നമ്മളിവിടെ പറഞ്ഞു ഇതിൻ്റെ A തൊട്ട് B വരെയുള്ള ഈ 2 പോയിന്റ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ് 5 യൂണിറ്റ് ആണെങ്കിൽ അതിനെയാണ് നമ്മൾ മാഗ്നിറ്റ്യൂഡ് എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു വെക്ടർ AB നമുക്കറിയാമെങ്കിൽ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് നമ്മൾ സാധാരണ രീതിയിൽ എഴുതുന്നത് ഇങ്ങനെയാണ്, മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്ടർ AB എന്ന് പറയും. അത് പറഞ്ഞാൽ എന്താണ്? A തൊട്ട് B വരെയുള്ള ആ ലെങ്ത് ആണ്, അല്ലെങ്കിൽ B തൊട്ട് A വരെയുള്ള ലെങ്ത്. അത് A തൊട്ട് B വരെയോ അല്ലെങ്കിൽ B തൊട്ട് A വരെയോ ആകാം. ആ ഒരു ലെങ്തിനാണ് നമ്മൾ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത്, അല്ലെ മോഡുലസ് എന്ന് പറയും. ഇത് വായിക്കുന്ന മോഡുലസ് AB വെക്ടർ മോഡുലസ് ഓഫ് വെക്ടർ AB എന്ന് പറയാം. എന്ന് പറഞ്ഞാൽ അതിൻ്റെ മാഗ്നിറ്റ്യൂഡാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത് വായിക്കുന്നത് മോഡുലസ് ഓഫ് വെക്ടർ AB എന്നാണ്. പിന്നെ നമ്മളെപ്പോഴും സാധാരണ സ്മോൾ ലെറ്റർ കൊണ്ടൊക്കെ ഇതിനെ സൂചിപ്പിക്കാറുണ്ട്, ഇങ്ങനെ സൂചിപ്പിക്കാറും ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു വെക്ടർ കണ്ടു കഴിഞ്ഞാൽ നമുക്കതിനെ വെക്ടർ എന്ന് വായിക്കാം, അല്ലെങ്കിൽ സിമ്പിൾ ഉപയോഗിച്ച് എപ്പോഴും ഇങ്ങനെ ഒരു ആരോ മാർക്ക് കൊടുത്താണ് നമ്മളൊരു വെക്ടറിനെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇത് വായിക്കുന്നത് വെക്ടർ A എന്നാണ്. അപ്പോൾ സ്മോൾ ലെറ്റർ കൊണ്ട് വേണമെങ്കിൽ ഡിനോട്ട് ചെയ്യാം, അല്ലെങ്കിൽ അതിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിന്റും ഫൈനൽ പോയിന്റും ടെർമിനൽ പോയിന്റും ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ആ വെക്ടറിനെ നമുക്ക് സൂചിപ്പിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് മോഡുലസ് AB എന്ന് പറയുന്നത്, മോഡുലസ് എന്ന് പറയുമ്പോൾ ആ ലെങ്ത് ആണ്, അത് എപ്പോഴും ഒരു പോസിറ്റീവ് ക്വാണ്ടിറ്റി ആയിരിക്കും. അപ്പോൾ നമ്മളിങ്ങനെ പറയുകയാണ് മോഡുലസ് ഓഫ് A അത് ലെസ് ദാൻ 0 എന്ന് പറഞ്ഞാൽ അത് മീനിങ്ലെസ് ആണ്. കാരണം എന്താ? മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് എപ്പോഴും ഒരു പോസിറ്റീവ് ക്വാണ്ടിറ്റി ആയിരിക്കും, അതൊരിക്കലും നെഗറ്റീവ് വരാൻ പാടില്ല. അപ്പോൾ ഇങ്ങനെ നമ്മൾ എവിടെയും കാണാം ഒരു -5 എന്നോ മോഡുലസ് ഓഫ് വെക്ടർ A ഈക്വൽ ടു -5 എന്ന് പറഞ്ഞാൽ അത് മീനിങ്ലെസ് ആണ്. കാരണം മോഡുലസ് എപ്പോഴും ഒരു പോസിറ്റീവ് ക്വാണ്ടിറ്റി ആയിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ എങ്ങനെയാണ് ഒരു വെക്ടറിനെ റെപ്രസെൻ്റ്. ഇപ്പം A തൊട്ട് B വരെയുള്ള ഒരു ഡയറക്റ്റഡ് ലൈൻ സെഗ്മെൻറ്റ്, അല്ലെങ്കിൽ AB എന്ന് പറയുന്ന ഡയറക്റ്റഡ് ലൈൻ സെഗ്മെൻറ്റ് നമ്മൾ സാധാരണ രീതിയിൽ അതിനെ സൂചിപ്പിക്കുന്നത് AB ബാർ എന്നാണ്, വെക്ടർ AB എന്നാണ്. അതിൻ്റെ A നമ്മൾ ഇനിഷ്യൽ പോയിന്റ് എന്നും B നമ്മൾ ടെർമിനൽ പോയിന്റ് എന്ന് പറയുന്നു. അപ്പോൾ A തൊട്ട് B വരെയുള്ള ഈ ലെങ്ത്, അത് ആ ലെങ്തിനെ നമ്മൾ മാഗ്നിറ്റ്യൂഡും ഇത് ഡയറക്ഷനായിട്ട് എടുക്കുന്നു. അപ്പോൾ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് നമ്മൾ സാധാരണ രീതിയിൽ മോഡുലസ് ഓഫ് AB എന്നാണ് എഴുതാറുള്ളത്. അത് AB ആകാം, BA ആകാം. പിന്നെ അടുത്തായിട്ട് നമ്മളെ പല തരത്തിലുള്ള ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വെക്ടേഴ്സാണ് നമ്മൾ അടുത്തായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. പലതരത്തിലുള്ള വെക്ടേഴ്സ് നമ്മൾ പഠിക്കുകയാണ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വെക്ടേഴ്സ്. അപ്പം പലതരത്തിലുള്ള വെക്ടേഴ്സ് നിങ്ങൾ പഠിച്ചിട്ടുമുണ്ട്. അതിൽ എന്തൊക്കെയാണ് നമ്മൾ മെയിനായിട്ടുള്ളത്? നമ്മൾ ഫിസിക്സിനകത്തൊക്കെയാണ് കൂടുതലും ഈ വെക്ടറൊക്കെ കൂടുതലായിട്ട് നിങ്ങൾ പഠിക്കുന്നത്. ഇനി അപ്പം നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വെക്ടേഴ്സ്, നമുക്ക് ആദ്യമേ തന്നെ സീറോ വെക്ടർ എന്താണെന്ന്. സീറോ വെക്ടർ, അപ്പോൾ ഒരു വെക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡ് 0 ആണെങ്കിൽ നമുക്ക് അതിനെ തന്നെ പറയാം എ വെക്ടർ ഹാവ് ഈ മാഗ്നിറ്റ്യൂഡ് 0. ഒരു വെക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡ് 0 ആണെങ്കിൽ നമുക്ക് അതിനെ തന്നെ പറയാം സീറോ വെക്ടർ എന്ന് പറയാം. ഇപ്പോൾ നമ്മളൊരു ഇങ്ങനെ പറയുകയാണ് വെക്ടർ എ എന്ന് പറയുകയാണ്, ഇത് വായിക്കുന്നത് വെക്ടർ എ എന്നാണ്. എന്ന് പറഞ്ഞാൽ എന്താ? തുടങ്ങുന്നിടത്ത് തന്നെയാണ്. ഇപ്പോൾ നമ്മളൊരു എ എന്ന് പറയുന്ന ഒരു പോയിന്റ് ഉണ്ടെങ്കിൽ ആ പോയിന്റ് തന്നെയാണ് അതിൻ്റെ ടെർമിനൽ പോയിന്റ് ഇനിഷ്യൽ പോയിന്റുമായിട്ട് വരുന്നത്. അപ്പോൾ അതിന് മാഗ്നിറ്റ്യൂഡ് ഇല്ല. ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് ആർബിട്രറി ആണെന്ന് നമുക്ക് പറയാൻ സാധിക്കും. മാഗ്നിറ്റ്യൂഡ് എന്താണ്? നമുക്ക് സ്ഥിരമായിട്ട് അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് ആർബിട്രറി, ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് 0 ആയിരിക്കും, അതിൻ്റെ ഡയറക്ഷൻ ആർബിട്രറി ആണ്.
ആർബിട്രറി എന്ന് പറഞ്ഞാൽ എന്താണ്? എന്തുവാകാം, അതിൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടാണെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റത്തില്ല. ഇപ്പോൾ മാഗ്നിറ്റ്യൂഡ് സീറോയും ഡയറക്ഷൻ ആർബിട്രറി, അതിൻ്റെ ഡയറക്ഷൻ നമുക്ക് പറയാൻ പറ്റില്ല എങ്ങോട്ടാണ് അതിൻ്റെ ഡയറക്ഷൻ എന്നുള്ളത്. അങ്ങനെയുള്ള ഒരവസ്ഥയിലുള്ള വെക്ടറിന് നമ്മൾ എന്തെന്ന് പറയുന്നു? സീറോ വെക്ടർ എന്ന് പറയുന്നു. ഇപ്പം വെക്ടർ എ അല്ലെങ്കിൽ വെക്ടർ ബി ഇങ്ങനെ കാണുമ്പോഴേ ഓർത്തണം അതൊരു സീറോ വെക്ടറാണെന്ന്. കാരണം അതിൻ്റെ ഇനിഷ്യൽ പോയിന്റും ടെർമിനൽ പോയിന്റും ഒരേ പോയിന്റ് തന്നെയാണ്, ഇല്ലേ? അപ്പോൾ അതിന് മാഗ്നിറ്റ്യൂഡ് സീറോ ആയിരിക്കും. അതിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ആർബിട്രറി, എങ്ങോട്ടുള്ള ഡയറക്ഷൻ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല എങ്ങോട്ടാണ് അതിൻ്റെ ഡയറക്ഷൻ. അപ്പോൾ ഇതിനെയാണ് നമ്മളൊരു സീറോ വെക്ടർ എന്ന് പറയുന്നത്. അടുത്തായിട്ട് നമ്മൾ പഠിക്കുന്നത് യൂണിറ്റ് വെക്ടറാണ്. യൂണിറ്റ് വെക്ടർ. അപ്പോൾ ഇത് കേട്ടപ്പോൾ നമുക്ക് മനസ്സിലായി യൂണിറ്റ് വെക്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? മാഗ്നിറ്റ്യൂഡ് 1 ആയിട്ട് വരുന്നു. മാഗ്നിറ്റ്യൂഡ് 1 യൂണിറ്റ് ആയിട്ട് വരുന്നത്. മാഗ്നിറ്റ്യൂഡ് 1 യൂണിറ്റ് ആണെങ്കിൽ അതിനെ നമ്മൾ എന്തെന്ന് പറയുന്നു? ഒരു യൂണിറ്റ് വെക്ടർ എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു വെക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡ് 1 യൂണിറ്റ് ആണെങ്കിൽ നമുക്ക് അതിനെ യൂണിറ്റ് വെക്ടർ എന്ന് പറയാം. ഇപ്പോൾ എക്സാമ്പിളായിട്ട് നമ്മൾ ഇങ്ങനെ ഒരു വെക്ടർ എടുക്കാമെന്ന് വിചാരിച്ചു. വെക്ടർ ഇങ്ങനെയാണ്, അതിൻ്റെ ടെർമിനൽ പോയിന്റും ഇനിഷ്യൽ പോയിന്റും അതിൻ്റെ ഡയറക്ഷൻ ഇങ്ങോട്ടാണ്. അപ്പോൾ നമ്മളതിന് 4 തുല്യ ഭാഗങ്ങളായിട്ട് വിഭജിക്കുന്നു വിചാരിച്ചു. അപ്പോൾ നമുക്കിതിൻ്റെ യൂണിറ്റ് വെക്ടർ എന്ന് പറയുന്നത്, യൂണിറ്റ് വെക്ടർ എന്ന് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഒരു വെക്ടറിനെ അതിന് മാഗ്നിറ്റ്യൂഡ് അല്ലെങ്കിൽ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആ ഒരു വെക്ടറിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? യൂണിറ്റ് വെക്ടർ എന്ന് പറയുന്നത്. ഒരു വെക്ടർ തന്നെയാണ്, അപ്പോൾ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് 1 യൂണിറ്റ് ആയിരിക്കും. ഇപ്പോൾ എക്സാമ്പിളായിട്ട് നമുക്കൊരു വെക്ടർ ഉണ്ട്, നമ്മളതിനെ 4 തുല്യ ഭാഗങ്ങളായിട്ട് വിഭജിക്കുന്നുവെങ്കിൽ ഈ ഓരോ ഭാഗത്തിനെ നമ്മൾ എന്തെന്ന് പറയുന്നത് ഒരു 1 യൂണിറ്റ് ആയിട്ട് നമ്മൾ എടുക്കുക. ഇങ്ങനെയുള്ള ആ ഒരു യൂണിറ്റ്. അപ്പോൾ ആ യൂണിറ്റ് വെക്ടർ ഇൻ ദ ഡയറക്ഷൻ ഓഫ്, അതിൻ്റെ ഡയറക്ഷൻ അങ്ങോട്ടായിരിക്കും. ഈ ഒറിജിനൽ വെക്ടർ ഇപ്പോൾ എ ബാർ എന്ന് പറയുക അല്ലെങ്കിൽ വെക്ടർ എന്ന് പറയുന്ന ഒരു വെക്ടർ നമ്മൾ എടുക്കുകയാണ്, അതിൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടായിരിക്കുമോ അങ്ങോട്ട് തന്നെ ആയിരിക്കും. ഇപ്പോൾ എക്സാമ്പിളായിട്ട് ഇതിൻ്റെ എല്ലാം ഡയറക്ഷൻ ഇങ്ങോട്ട് തന്നെയായിരിക്കും. അപ്പോൾ ഒരു യൂണിറ്റ് വെക്ടർ ഇൻ ദ ഡയറക്ഷൻ ഓഫ് വെക്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? ആ വെക്ടറിനെ അതിൻ്റെ മാഗ്നിറ്റ്യൂഡും ഡിവൈഡ് ചെയ്യുകയാണ്. ഇപ്പോൾ ഇത് 4 സെൻറ്റിമീറ്റർ ഉണ്ടായിരുന്നു, അപ്പോൾ അതിൻ്റെ 4 കൊണ്ട് നമ്മൾ അതിനെ ഡിവൈഡ് ചെയ്യുകയാണ്. ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുമ്പോൾ എത്രയാണ്? ഇവിടെ തൊട്ട് ഇവിടെ വരെ 4 യൂണിറ്റ് ആണെന്ന് കരുതും. അപ്പോൾ നമ്മൾ ആ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഓരോ പോർഷനെ നമ്മൾ എന്ന് പറയുന്നു യൂണിറ്റ് വെക്ടർ. യൂണിറ്റ് വെക്ടർ ഇൻ ദ ഡയറക്ഷൻ ഓഫ് എ ബാർ. സാധാരണ രീതിയിൽ യൂണിറ്റ് വെക്ടർ ഓഫ് വെക്ടറെ നമ്മൾ സാധാരണ രീതിയിൽ ഡിനോട്ട് ചെയ്യുന്നത് എ ക്യാപ്പ് എന്നാണ്, അല്ലെങ്കിൽ എ ഹാറ്റ് എന്നും പറയും. ഇത് വായിക്കുന്നത് എ ക്യാപ്പ് അല്ലെങ്കിൽ എ ഹാറ്റ് എന്നും വായിക്കും. അതായത് നമ്മളിങ്ങനെ ഇതിങ്ങനെ ഒരു ആരോ മാർക്ക് കൊടുക്കുക. അപ്പം ഇങ്ങനെയാണ് നമുക്കൊരു വെക്ടർ എ ഉണ്ടെങ്കിൽ അതിൻ്റെ യൂണിറ്റ് വെക്ടർ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് എ ക്യാപ്പ് അല്ലെങ്കിൽ എ ഹാറ്റ് എന്നാണ്. അത് കാൽക്കുലേറ്റ് ചെയ്യുന്ന ഇത്രയേ ഉള്ളൂ. ആ വെക്ടറിനെ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഡിവൈഡ് ചെയ്യുക. സോ എ വെക്ടർ ഡിവൈഡഡ് ബൈ ഇറ്റ്സ് മാഗ്നിറ്റ്യൂഡ് ഗീവ്സ് ദ യൂണിറ്റ് വെക്ടർ ഇൻ ദ ഡയറക്ഷൻ ഓഫ് ദി ഗിവൺ വെക്ടർ. അപ്പോൾ അതാണ് ഓർത്തിരിക്കേണ്ട കാര്യം, ഇത്രയേ ഉള്ളൂ. സീറോ വെക്ടർ എന്ന് പറഞ്ഞാൽ മാഗ്നിറ്റ്യൂഡ് 0 ആണ്. യൂണിറ്റ് വെക്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് 1 ആയിരിക്കും. ഡയറക്ഷൻ തന്നിരിക്കുന്ന വെക്ടർ ഏത് ഡയറക്ഷനാണോ അതേ ഡയറക്ഷൻ തന്നെയായിരിക്കും. അപ്പോൾ ഇതാണ് നമ്മൾ രണ്ടാമതായിട്ട് പഠിക്കുന്നത്. ഇനി മൂന്നാമതായിട്ട് നമ്മൾ പറയുന്ന ഈക്വൽ വെക്ടേഴ്സാണ്. ഈക്വൽ വെക്ടേഴ്സാണ്. ഇപ്പോൾ 2 വെക്ടേഴ്സ് ഈക്വൽ ആണെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം they have both same direction and same magnitude. ഇപ്പോൾ 2 വെക്ടർ നമുക്ക് തന്നിട്ടുണ്ട്. അവ ഈക്വൽ വെക്ടേഴ്സ് ആണെന്ന് പറയുന്നത് എപ്പോഴാണ്? ഇപ്പോൾ എക്സാമ്പിളായിട്ട് നമുക്ക് നോക്കാം. നമുക്കിങ്ങനെ ഒരു വെക്ടർ തന്നിരിക്കുകയാണ്. ഇത് 2 യൂണിറ്റ്, ഇതൊരു യൂണിറ്റ് ആണെന്ന് കരുതിക്കും. ഡയറക്ഷനൊക്കെ സെയിം ആണ്, സെയിം ഡയറക്ഷൻ. ഡിഫറെൻറ്റ് മാഗ്നിറ്റ്യൂഡാണ്. ഈ 2 വെക്ടറിൻ്റെ സെയിം ഡയറക്ഷനൊക്കെ ആയിരുന്നു, പക്ഷേ മാഗ്നിറ്റ്യൂഡ് ഡിഫറെൻ്റ്. ഒരെണ്ണം 1 യൂണിറ്റ് ആണെങ്കിലും അടുത്തതിൻ്റെ 2 യൂണിറ്റ് ആണെന്ന് വിചാരിച്ചു. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു വെക്ടർ നമ്മളെ ഒരു ഈക്വൽ വെക്ടേഴ്സ് നമുക്ക് പറയാനായിട്ട് സാധിക്കരുത്. നേരെ മറിച്ച് ഇങ്ങനെയാണ്. ഇപ്പോൾ 2 യൂണിറ്റ് ആയിട്ട് നമ്മൾ എടുക്കാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ നമ്മളെ
ഇത് 2 യൂണിറ്റ് ആണ്, ഇതിന് 2 യൂണിറ്റ് ആണ്, ഇത് എ ബാർ ആണ്, അല്ല വെക്ടർ എ ആണ്, ഇത് വെക്ടർ ബി ആണ്. രണ്ടിൻ്റെ ഡയറക്ഷൻ ഇങ്ങോട്ട് തന്നെ ഒരേ ഡയറക്ഷൻ ആണെന്ന് വിചാരിച്ചു. രണ്ടിൻ്റെ മാഗ്നിറ്റ്യൂഡ് 2 യൂണിറ്റ്സും ആണെന്ന് കരുത്. അപ്പോൾ ഇവിടെ എന്താണ്? സെയിം ഡയറക്ഷനാണ്, സെയിം മാഗ്നിറ്റ്യൂഡുമാണ്. അപ്പോൾ സെയിം ഡയറക്ഷൻ സെയിം മാഗ്നിറ്റ്യൂഡാണ്. ഉടനെ തന്നെ നമുക്ക് പറയാൻ സാധിക്കും വെക്ടർ എ ഈസ് ഈക്വൽ ടു വെക്ടർ ബി എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. നേരെ മറിച്ച് ഒരു വെക്ടർ ഇങ്ങോട്ടാണ്, അത് 2 യൂണിറ്റ് ഉണ്ട്, നമുക്ക് വെക്ടർ എന്ന് കൊടുക്കാം. മറ്റൊരു വെക്ടർ ഇങ്ങനെ, അത് 2 യൂണിറ്റ് തന്നെയാണ്, അത് നമുക്ക് വെക്ടർ ബി എന്ന് കൊടുക്കാം. പക്ഷെ രണ്ടിൻ്റെ ഡയറക്ഷൻ ഡിഫറെൻ്റ് ആണ്, ഡയറക്ഷൻ സെയിം അല്ല. ഒന്ന് അങ്ങോട്ടാണ്, ഒരെണ്ണം ഇങ്ങോട്ടാണ് ഡയറക്ഷൻ. അപ്പോൾ ഇവിടെ ഡിഫറെൻ്റ് ഡയറക്ഷനാണ്, ഡിഫറെൻ്റ് ഡയറക്ഷൻ ബട്ട് സെയിം മാഗ്നിറ്റ്യൂഡാണ്. അപ്പോൾ ഇതിനെ നമുക്ക് ഇത് വെക്ടർ എ ബാർ, ഇത് വെക്ടർ എയും ഇത് വെക്ടർ ബിയും ആണെങ്കിൽ എ ഇസ് ഈക്വൽ ടു ബി അല്ലെങ്കിൽ ദേ ആർ ഈക്വൽ വെക്ടേഴ്സ് നമുക്ക് പറയാൻ സാധിക്കില്ല. കാരണം അതിൻ്റെ ഡയറക്ഷൻ മാറിപ്പോയി. മാഗ്നിറ്റ്യൂഡൊക്കെ സെയിം ആണ്, പക്ഷേ ഡയറക്ഷൻ വ്യത്യാസമുണ്ട്. അപ്പോൾ ഈ കേസിൽ നമുക്ക് പറയാം ഇതിൻ്റെ രണ്ടിൻ്റെ സെയിം ഡയറക്ഷനും സെയിം മാഗ്നിറ്റ്യൂഡും ആയതുകൊണ്ട് നമുക്ക് എന്നാ പറയാം വെക്ടർ എ ഇസ് ഈക്വൽ ടു വെക്ടർ ബി എന്ന് പറയാൻ സാധിക്കും. അപ്പോൾ ഈ 2 വെക്ടേഴ്സും ഈക്വൽ വെക്ടേഴ്സാണ് നമുക്ക് പറയാൻ സാധിക്കും. അടുത്ത നെഗറ്റീവ് ഓഫ് എ വെക്ടറാണ്. നാലാമതായിട്ട് നമ്മൾ പറയുന്നത് നെഗറ്റീവ് ഓഫ് എ വെക്ടറാണ്. അപ്പോൾ എന്താണ് നെഗറ്റീവ് ഓഫ് എ വെക്ടർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അപ്പോൾ ഞാനൊരു വെക്ടർ ഇങ്ങോട്ട് എടുക്കുകയാണ്, ഇത് വെക്ടർ ആന്ന് വിചാരിച്ചു, അതിൻ്റെ ഡയറക്ഷൻ അങ്ങോട്ടാണ്. അതേ വെക്ടർ ഞാൻ തിരിച്ച് ഇങ്ങോട്ട് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് നമ്മൾ നെഗറ്റീവ് ഓഫ് ഒറിജിനൽ വെക്ടർ എ എന്ന് നമുക്ക് പറയാൻ സാധിക്കും. അപ്പോൾ ഇതിൻ്റെ ഡയറക്ഷൻ അങ്ങോട്ടും ഇങ്ങോട്ട് പോയി, തിരിഞ്ഞു പോയി. അപ്പോൾ അങ്ങനെയുള്ള വെക്ടറാണ്. അപ്പോൾ ഇത് മാഗ്നിറ്റ്യൂഡൊക്കെ സെയിം തന്നെ, പക്ഷേ ഡയറക്ഷൻ മാറിപ്പോയി, ഒന്നിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് വരും. അപ്പോൾ അത് നമുക്ക് എന്ത് പറയാൻ സാധിക്കും? നെഗറ്റീവ് ഓഫ് ദാറ്റ് വെക്ടർ എന്ന് പറയും. അപ്പോൾ നമ്മളൊരു വെക്ടർ എ ബി ഉണ്ടെന്ന് കരുതുക, എ ബി ഇങ്ങനെയാണ് എ ബി എന്ന് കരുതുക. അപ്പോൾ അതിൻ്റെ നെഗറ്റീവ് എന്ന് പറയുമ്പോൾ എന്താണ്? ബി എ ആയിരിക്കും. അപ്പോൾ വെക്ടർ ബി എ, സപ്പോസ് വെക്ടർ ബി എ ഇസ് ദ നെഗറ്റീവ് ഓഫ് വെക്ടർ എ ബി. അപ്പോൾ ബി എ, വെക്ടർ ബി എ നമുക്ക് എന്ത് പറയാൻ സാധിക്കും? നെഗറ്റീവ് ഓഫ് വെക്ടർ എ ബി എന്ന് പറയാൻ സാധിക്കും. ചുരുക്കത്തിൽ എ ബി ഇവിടെ പറഞ്ഞു തരുന്ന ഇതാണ്, ഒരു വെക്ടർ എ ബി ഉണ്ടെങ്കിൽ ആ വെക്ടർ എ ബിയും ബി എയും നോട്ട് ഈക്വൽ ആണ്. കാരണം എന്താണ്? അതിൻ്റെ ഡയറക്ഷൻ വ്യത്യാസമാണ്, അല്ലേ? നേരെ മറിച്ച് ഒരു മൈനസ് കൂടെ നമ്മൾ ഇടുകയാണ്. അപ്പോൾ എ ബി ഈക്വൽ ടു മൈനസ് ബി എ എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ഈക്വൽ ആണെന്ന് പറയാനായിട്ട് സാധിക്കും. അപ്പോൾ എന്താണ് നെഗറ്റീവ് ഓഫ് എ വെക്ടർ എന്ന് പറഞ്ഞാൽ? ഒരു വെക്ടർ തന്നിരിക്കുന്നു, മാഗ്നിറ്റ്യൂഡൊക്കെ സെയിം ആണ്, പക്ഷേ ഡയറക്ഷൻ നേരെ തിരിഞ്ഞുപോയി. അങ്ങനെയുള്ള വെക്ടറിനെയാണ് നമ്മൾ ഈ വെക്ടർ എയുടെ നെഗറ്റീവാണ് മൈനസ് ഓഫ് വെക്ടർ എ എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ എന്താണ് വെക്ടർ എന്ന് മനസ്സിലായല്ലോ. ഈ ബി എ ഇസ് ദ നെഗറ്റീവ് ഓഫ് എ ബി, ദെൻ വി ക്യാൻ റൈറ്റ് ബി എ ഇസ് ഈക്വൽ ടു മൈനസ് ഓഫ് എ ബി എന്ന് പറയാൻ സാധിക്കും. അപ്പോൾ ഇതാണ് നമ്മൾ നെഗറ്റീവ് ഓഫ് എ വെക്ടർ എന്ന് പറയും. അപ്പോൾ തന്നിരിക്കുന്ന ഒരു വെക്ടറിൻ്റെ നെഗറ്റീവ് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. ഈ അഞ്ചാമതായിട്ട് നമ്മൾ പറയുന്നത് കൊളീനിയർ ഓർ പാരലൽ വെക്ടേഴ്സ് ആണ്. പാരലൽ വെക്ടേഴ്സ്. അപ്പോൾ എന്താണ് കൊളീനിയർ വെക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ നോക്കാം. ഇപ്പോൾ കുറച്ച് വെക്ടേഴ്സ് നമുക്ക് ഇങ്ങനെ തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ എല്ലാം ഡയറക്ഷൻ സെയിം ആണെന്ന് കരുതുക. എന്ന് പറഞ്ഞാൽ അവയുടെ ലൈൻ ഓഫ് ആക്ഷൻ സെയിം ആണ്. If some vectors have the same line of action, then that is called a collinear or parallel vectors. Parallel ആണെന്ന് കാണുമ്പോൾ നമുക്കറിയാം അതിൻ്റെ ഡയറക്ഷനോട് സെയിം ആയിരിക്കണം. ഇങ്ങനെയുള്ള വെക്ടേഴ്സ് നമ്മൾ കൊളീനിയർ വെക്ടേഴ്സ് അല്ലെങ്കിൽ പാരലൽ വെക്ടേഴ്സ് എന്ന് നമ്മൾ. സോ വെക്ടേഴ്സ് ആർ കോൾഡ് കൊളീനിയർ ഓർ പാരലൽ ഇഫ് ദെയർ ലൈൻ ഓഫ് ആക്ഷൻ ആർ പാരലൽ. അടുത്തായിട്ട് നമ്മൾ പഠിക്കുന്നത് കോഇൻഷ്യൽ വെക്ടേഴ്സ് ആണ്. ആറാമതായിട്ട് നമ്മൾ പറയുന്നത് കോഇൻഷ്യൽ വെക്ടേഴ്സ് ആണ്.
അപ്പോൾ ഞാൻ ഇവിടെ ഇങ്ങനെ രണ്ടുമൂന്ന് വെക്ടേഴ്സ് എഴുതുകയെന്ന് വിചാരിച്ചു. എ, ഇത് സി ആണ്, ഇത് ഡി ആണെന്ന് വിചാരിച്ചു. അപ്പോൾ ഇവിടെ 3 വെക്ടേഴ്സ് ഞാൻ എഴുതി. വെക്ടർ എ ബി, വെക്ടർ എ സി, വെക്ടർ എ ഡി. ഇതിൻ്റെ 3ൻ്റെ ഇനിഷ്യൽ പോയിന്റ്, സ്റ്റാർട്ടിംഗ് പോയിന്റ് സെയിം അല്ല, എ തന്നെയാണ്. അപ്പോൾ അങ്ങനെയുള്ള വെക്ടേഴ്സ് നമ്മളെന്ന് പറയുന്നത് കൊളീനിയർ വെക്ടേഴ്സ്. സോ വെക്ടേഴ്സ് ഹാവിംഗ് ദ സെയിം ഇനിഷ്യൽ പോയിന്റ്, സ്റ്റാർട്ടിംഗ് പോയിന്റ് ആർ കോൾഡ് കോഇനിഷ്യൽ വെക്ടേഴ്സ്. അടുത്തായിട്ട് നമ്മൾ പഠിക്കുന്നത് കോപ്ലൈനാർ വെക്ടേഴ്സ് ആണ്. കോപ്ലൈനാർ വെക്ടേഴ്സ് നമ്മൾ 7ാമത്തെ ടൈപ്പിലാണ് കോപ്ലൈനാർ വെക്ടേഴ്സ്. അപ്പോൾ എന്താണ് കോപ്ലൈനാർ? അപ്പോൾ നമ്മൾ ഇതുപോലെ ഒരു പ്ലെയിൻ എടുക്കുക. ബോർഡ് എന്ന് പറയുന്ന ഒരു പ്ലെയിനാണ്. ആ പ്ലെയിനിൽ വരയ്ക്കുന്ന വെക്ടേഴ്സ്. അപ്പോൾ ഇവിടെ നമ്മൾ അങ്ങോട്ട് വരച്ചു, കാരണം ഇങ്ങോട്ട് വരച്ചു. അപ്പോൾ ഈ പ്ലെയിനിൽ നമ്മൾ വരയ്ക്കുന്ന വെക്ടേഴ്സിന് നമ്മൾ കോപ്ലൈനാർ വെക്ടേഴ്സ് എന്ന് പറയുന്നു. അപ്പോൾ ഈ പ്ലെയിൻ അതിന് പാരലൽ പുറത്ത് ഒരു പ്ലെയിൻ എടുത്ത് നമ്മൾ വരയ്ക്കാമെന്ന് വിചാരിച്ചു. ഇതിന് പാരലായിട്ട് ഒരു പ്ലെയിൻ എടുത്തിട്ട് അവിടെയും വരയ്ക്കുകയാണ്. അങ്ങനെയുള്ള വെക്ടേഴ്സിനെ നമ്മുടെ കോപ്ലൈനാർ. ദാറ്റ് ഈസ് വെക്ടേഴ്സ് ഇൻ ദ സെയിം പ്ലെയിൻ or parallel to the given plane. Parallel to the given plane. So vectors lying in the same plane, vectors lying in the same plane or parallel to the given plane. Such vectors are called coplanar vectors. അടുത്തായിട്ട് നമ്മൾ പഠിക്കുന്നത് ലൈക്ക് ആൻഡ് അൺലൈക്ക് വെക്ടേഴ്സ് ആണ്. ലൈക്ക് ആൻഡ് അൺലൈക്ക് വെക്ടേഴ്സ്. അപ്പം ഞാൻ 2 വെക്ടർ ഇങ്ങനെ എഴുതുക. പിന്നെ ഡയറക്ഷൻ സെയിം ആണ് അല്ലേ? അപ്പം ഇങ്ങനെ ഇച്ചിരി ചെറുതോർമ്മ എടുക്കുന്നു. മാഗ്നിറ്റ്യൂഡ് നോക്കുന്നില്ല, ഡയറക്ഷൻ അല്ല, സെയിം ആണ്, ഡയറക്ഷൻ സെയിം ആണ്. അപ്പം അങ്ങനെയുള്ള വെക്ടേഴ്സ് നമ്മളെന്ന് പറയുന്നു ലൈക്ക് വെക്ടേഴ്സ് എന്ന് പറയുന്നു. അപ്പോൾ ലൈക്ക് വെക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? വെക്ടേഴ്സ് ഹാവിംഗ് ദ സെയിം ഡയറക്ഷൻ ആർ കോൾഡ് ലൈക്ക് വെക്ടർ. നേരെ കുറച്ച് അൺലൈക്ക് വെക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരെണ്ണം അങ്ങോട്ടും ഒരെണ്ണം തിരിച്ചിങ്ങോട്ടും, ഡയറക്ഷൻ ഡിഫറൻ്റ് ആണ്. രണ്ടെണ്ണം മിനിമം 2 നമുക്ക് 2 വെക്ടേഴ്സ് തന്നപ്പോൾ നമ്മൾ അതിൻ്റെ ഡയറക്ഷൻ ചെക്ക് ചെയ്തപ്പോൾ എന്താണ്? ഡയറക്ഷൻ ഡിഫറൻ്റ് ആണ്. അങ്ങനെയുള്ള വെക്ടേഴ്സ് നമുക്ക് എന്തെന്ന് പറയാം? അൺലൈക്ക് വെക്ടേഴ്സ് എന്ന് പറയാം. അടുത്തതായിട്ട് നമ്മൾ സ്റ്റാൻഡേർഡ് യൂണിറ്റ് വെക്ടേഴ്സ് ആണ്. സ്റ്റാൻഡേർഡ് യൂണിറ്റ് വെക്ടേഴ്സ്. അപ്പം നേരത്തെ നമ്മൾ യൂണിറ്റ് വെക്ടർ എന്താണെന്ന് തന്നിരിക്കുന്ന ഒരു വെക്ടറിനെ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഡിവൈഡ് ചെയ്യുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു എ ക്യാപ് ഇസ് ഈക്വൽ ടു വെക്ടർ ബൈ ഇസ് മാഗ്നിറ്റ്യൂഡ് എന്നൊക്കെ പറഞ്ഞു. ഇതിനെയാണ് നമ്മൾ യൂണിറ്റ് വെക്ടർ എന്നൊക്കെ പറയുന്നത്. നേരെ കുറച്ച് സ്റ്റാൻഡേർഡ് യൂണിറ്റ് വെക്ടേഴ്സ് എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പം നമ്മളൊരു 3 ഡയമെൻഷണൽ പ്ലെയിൻ എടുക്കുക എന്ന് വിചാരിച്ചു. നമ്മളിങ്ങനെയാണ് സാധാരണ 3 ഡയമെൻഷണൽ പ്ലെയിൻ നമ്മൾ കഴിഞ്ഞ വർഷം 3Dക്കകത്ത് പഠിച്ചിട്ടുണ്ട്. ഇത് OX, ഇത് OY, ഇത് OZ, 3 റെക്ടാങ്കുലർ കോർഡിനേറ്റ് സിസ്റ്റം. അപ്പോൾ നമ്മൾ ഇങ്ങോട്ട് ഒരു യൂണിറ്റ്, നമ്മൾ എടുത്തിരിക്കുന്ന എന്ത് യൂണിറ്റ് ആണല്ലോ ആ ഒരു യൂണിറ്റ് എടുത്തിട്ട് ഇങ്ങോട്ട് ഒരു യൂണിറ്റ് എടുക്കുകയാണ്, ഇങ്ങോട്ട് ഒരു യൂണിറ്റ് എടുക്കുക. എടുത്തിരിക്കുന്ന ഒരേ അളവാണ്, ഒരു യൂണിറ്റായിട്ട് നമ്മൾ എടുക്കുക. അപ്പോൾ ഈ എക്സ് ആക്സിൽ നമ്മൾ ഈ ഡയറക്ഷനിൽ നമ്മൾ ഒരു യൂണിറ്റ് വെക്ടർ എടുക്കുകയാണെങ്കിൽ അതിനെ നമ്മൾ സാധാരണ രീതിയിൽ ഐ ക്യാപ്പ് എന്നാണ് ഈ യൂണിറ്റ് വെക്ടറിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. ഇവിടെയാണെങ്കിൽ ഇതിനെ ജെ ക്യാപ്പ് എന്ന് പറയും. യൂണിറ്റ് വെക്ടർ ഇൻ ദ ഡയറക്ഷൻ ഓഫ് വൈ ആക്സിസ് ആണ്. ഇവിടെ ഇങ്ങോട്ട് നമ്മളൊരു യൂണിറ്റ് എടുത്തിട്ട് നമ്മൾ സാധാരണ രീതിയിൽ അതിനെ സൂചിപ്പിക്കുന്ന കെ ക്യാപ്പ് എന്നാണ്. അപ്പോൾ എക്സ് ആക്സിൻ്റെ ഡയറക്ഷനിലുള്ള യൂണിറ്റ് വെക്ടറിനെ നമ്മൾ ഐ ക്യാപ്പ് എന്നും വൈ ആക്സിസിൻ്റെ ഡയറക്ഷനിലുള്ള യൂണിറ്റ് വെക്ടറിന് ജെ ക്യാപ്പ് എന്നും ഇസഡ് ആക്സിസിൻ്റെ ആ ഡയറക്ഷനിൽ നമ്മളൊരു യൂണിറ്റ് വെക്ടർ എടുത്തതിനെ കെ ക്യാപ്പ്, അതായത് ഐ ക്യാപ്പ്, ജെ ക്യാപ്പ്, യൂണിറ്റ് വെക്ടർ ആയതുകൊണ്ടാണ് ക്യാപ്പ് എന്ന് അല്ലെങ്കിൽ ഹാറ്റ് നമ്മൾ സിമ്പിൾ ഇടുന്നത് കെ ക്യാപ്പ്. ഈ വെക്ടേഴ്സ് നമ്മളെന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് യൂണിറ്റ് വെക്ടേഴ്സ് എന്ന് പറയുന്നത്. ഇനിയും തൊട്ട് നമ്മളെ ഐ ക്യാപ്പ് എന്ന് പറയുന്ന ഒരു വെക്ടർ കണ്ട ഉടനെ നമുക്കെന്ത് അത് നമുക്കെന്ത് കൺക്ലൂഷൻ പറയാം? ഐ ക്യാപ്പ് ഈസ് എ യൂണിറ്റ് വെക്ടർ ഇൻ ദ along the x axis എന്ന് പറയാം.
ജെ ക്യാപ്പ് ആണെങ്കിൽ ജെ ക്യാപ്പ് ഇസ് എ യൂണിറ്റ് വെക്ടർ അലോങ് ദി വൈ ആക്സിസ് ആൻഡ് കെ ക്യാപ്പ് ഇസ് എ യൂണിറ്റ് വെക്ടർ അലോങ് ദി ഇസഡ് ആക്സിസ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. അപ്പോൾ അതിനെയാണ് അങ്ങനെ ഐ ജെ കെ ആണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഐ ക്യാപ്പ് ജെ ക്യാപ്പ് കെ ക്യാപ്പ് ഇതിനെയാണ് നമ്മൾ സ്റ്റാൻഡേർഡ് യൂണിറ്റ് വെക്ടേഴ്സ് എന്ന് പറയുന്നത്. അടുത്താണ് നമ്മൾ പറയുന്നത് ഫ്രീ വെക്ടേഴ്സ് ആണ്. ഫ്രീ വെക്ടേഴ്സ് ആണ്. അപ്പോൾ നമുക്ക് ഇനിഷ്യൽ പോയിന്റ് നമുക്ക് ഒരു ഇനിഷ്യൽ പോയിന്റ് ഫിക്സ് ചെയ്യാത്ത വെക്ടേഴ്സിന് നമ്മളെന്ന് പറയുന്നത് ഫ്രീ വെക്ടേഴ്സ് എന്ന്. ഇപ്പോൾ എക്സാമ്പിളായിട്ട് ഞാനിപ്പം ഇങ്ങനെ ഒരു വെക്ടർ എന്ന് പറയുന്ന ഒരു വെക്ടർ എടുക്കുന്നു. ഇങ്ങോട്ടുള്ള ഒരു വെക്ടറാണ് ബി എന്ന്, വെക്ടർ ബി എന്ന് എഴുതും. അപ്പോൾ നമ്മൾ മാഗ്നിറ്റ്യൂഡ് മാറാതെ ഡയറക്ഷനും മാറാതെ, അപ്പോൾ ഇതിൻ്റെ ഡയറക്ഷൻ ഇങ്ങനെയാണെന്ന് വിചാരിക്കും, ഇങ്ങനെ. അപ്പോൾ വെക്ടർ എന്ന് പറയുന്നത് ഈ ഡയറക്ഷനിൽ, വെക്ടർ ബി എന്ന് പറയുന്നത് ഈ ഡയറക്ഷനാണെന്ന് കഴിയും. അപ്പോൾ നമുക്ക് അതൊരു ഫ്രീ വെക്ടർ ആണെങ്കിൽ ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും മാറ്റാതെ നമുക്ക് ഇതിനെ ഇങ്ങോട്ട് റീപ്ലേസ് ചെയ്ത് വെക്കാം. ഇപ്പോൾ ഡയറക്ഷൻ ഒന്നും മാറിയിട്ടില്ല, മാഗ്നിറ്റ്യൂഡ് ഇത് 2 യൂണിറ്റ് ആണ്, ആ 2 യൂണിറ്റ് ഇതുപോലെ തന്നെ നമുക്ക് ഷിഫ്റ്റ് ചെയ്ത് ഇങ്ങോട്ട് എടുത്ത് വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെയുള്ള വെക്ടേഴ്സ് ആണ് ഫ്രീ വെക്ടേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് അവൻ്റെ ഇനിഷ്യൽ പോയിന്റ് ഫിക്സ് ചെയ്ത് വെച്ചിരിക്കും, ഇവിടെ നിന്ന് ഒരിക്കലും മാറ്റാൻ പറ്റുകയില്ലാത്തതായിട്ടില്ല, എപ്പം വേണമെങ്കിൽ നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും. അതുപോലെ തന്നെ വേണമെങ്കിൽ ഇങ്ങോട്ട് നമുക്ക് ഷിഫ്റ്റ് ചെയ്തുകൊണ്ട് വരാം, ഇങ്ങനെ കൊണ്ടുവരാം. എന്തുകൊണ്ടാണ് അങ്ങനെ കൊണ്ടുവരാൻ സാധിച്ചത്? അതിൻ്റെ ഇനിഷ്യൽ പോയിന്റ് ഫിക്സ് ചെയ്തിട്ടില്ല. അപ്പോൾ അങ്ങനെയുള്ള വെക്ടേഴ്സ് നമ്മളെന്ന് പറയുന്നു ഫ്രീ വെക്ടേഴ്സ് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്ന എല്ലാ വെക്ടേഴ്സ്, ഇനിയും പഠിക്കാൻ വരുന്ന എല്ലാ വെക്ടേഴ്സും എന്താണ് ഫ്രീ വെക്ടേഴ്സ് ആണെന്ന് പ്രത്യേകം ശ്രദ്ധിക്കും. ഇനി അടുത്തായിട്ട് നമ്മൾ പറയുന്നത് പൊസിഷൻ വെക്ടർ ഓഫ് എ പോയിന്റ് ആണ്. പൊസിഷൻ വെക്ടർ ഓഫ് എ പോയിന്റ്. അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു പോയിന്റ്, ഒരു പ്ലെയിനിലെ ഒരു പോയിന്റ് നമ്മൾ എപ്പോഴും പറയുന്നത് അതിനൊരു ഫിക്സഡ് പോയിന്റ് വേണം, അല്ലെങ്കിൽ ഒരു ഫിക്സഡ് ലൈനിൽ നിന്നായിരിക്കും അതിൻ്റെ പൊസിഷൻ നമ്മൾ പറയുന്നത്. ഇപ്പോൾ എക്സാമ്പിളായിട്ട് നമ്മൾ എക്സ് ആക്സും വൈ ആക്സും എടുക്കുക. നമ്മൾ സാധാരണ രീതിയിൽ എന്തെങ്കിലും ഒരു റെഫറൻസ് പോയിന്റായിട്ട് വെക്കുന്നത് ഈ ഒറിജിനാണ്. ഇത് നമ്മൾ പറയുകയാണെങ്കിൽ നമുക്കിവിടെ ഒരു പോയിന്റ് പി ഉണ്ടെന്ന് വിചാരിക്കുക. ആ പോയിന്റ് നമ്മൾ ഈ ഒറിജിനുമായിട്ട് ജോയിൻ ചെയ്യുമ്പോൾ നമുക്കൊരു വെക്ടർ ഇങ്ങനെ കിട്ടും. അപ്പോൾ അതിനെയാണ് നമ്മൾ പൊസിഷൻ വെക്ടർ ഓഫ് ദി പോയിന്റ് പി എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് പൊസിഷൻ വെക്ടർ ഓഫ് ദി പോയിന്റ്? പൊസിഷൻ വെക്ടർ ഓഫ് ദ പോയിന്റ് പി, അല്ലെങ്കിൽ പി എന്ന് പറഞ്ഞാൽ മതി, പോയിന്റ് പി എന്ന് പറയുന്നത് എന്താണ്? വെക്ടർ ഒ പി ആയിരിക്കും. അപ്പോൾ ഈ ഒറിജിനാണ് നമ്മൾ എപ്പോഴും ഒരു ഫിക്സഡ് പോയിന്റായിട്ട് നമ്മൾ എടുക്കുന്നത്. നമ്മുടെ കോർഡിനേറ്റ് ആക്സസ് ഒക്കെ വരയ്ക്കുമ്പോൾ, കോർഡിനേറ്റ് സിസ്റ്റം പഠിക്കുമ്പോൾ തന്നെ ഈ ഒറിജിനിൽ നിന്നുള്ള ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ്, ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള വൈ ആക്സിൽ നിന്നുള്ള ഡിസ്റ്റൻസ് എസ് കോർഡിനേറ്റ് ആയിട്ട്, എക്സ് ആക്സിൽ നിന്നുള്ള ആ ഡിസ്റ്റൻസ് വൈ കോർഡിനേറ്റ് ആയിട്ടൊക്കെ നമ്മൾ എടുക്കാറുണ്ട്. അപ്പം അവിടെ ഒ എന്ന് പറയുന്ന ഒരു ഫിക്സഡ് പോയിന്റാണ്. എന്ന് പറഞ്ഞ പോലെ നമ്മൾ ഈ ഒറിജിൻ ഒരു ഫിക്സഡ് പോയിന്റ് ആയിട്ട് എടുത്തിട്ട് അവിടെ നിന്ന് ഈ പോയിന്റിലേക്കുള്ള ആ വെക്ടറിനെയാണ് നമ്മൾ പൊസിഷൻ വെക്ടർ ഓഫ് ദി പോയിന്റ് പി എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ ഇതേപോലെ എങ്ങനെയാണ് പൊസിഷൻ വെക്ടർ ഓഫ് എ എന്ന് നമ്മൾ പറയാമെന്ന് വിചാരിച്ചു. പൊസിഷൻ വെക്ടർ ഓഫ് എ എന്ന് പറയുന്ന ഒരു പോയിന്റ് ഉണ്ട്. അപ്പോൾ ഇവിടെ വേറെ എവിടെയെങ്കിലും ആണെങ്കിൽ നമുക്ക് അതിനെ എങ്ങനെയായിരിക്കും, ഇതായിരിക്കും എ എന്ന് പറയുന്ന ഇതിൻ്റെ പൊസിഷൻ വെക്ടർ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഒ എ, വെക്ടർ ഒ എ. ബി എന്ന് പറയുന്ന ഒരു പോയിന്റിൻ്റെ പൊസിഷൻ വെക്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒ വെക്ടർ ഒ ബി ആയിരിക്കും. അപ്പോൾ ആ ഒറിജിനുമായിട്ട് ജോയിൻ ചെയ്ത് കിട്ടുന്ന ആ ഒരു വെക്ടറിനെയാണ് നമ്മളെന്ന് പറയുന്നത് പൊസിഷൻ വെക്ടർ എന്ന് പറയും. ഇനി അടുത്തതായിട്ട് നമ്മൾ പഠിക്കുന്ന ആംഗിൾ ബിറ്റ്വീൻ ടു വെക്ടേഴ്സാണ്. ആംഗിൾ ബിറ്റ്വീൻ ടു വെക്ടേഴ്സ്. ഇപ്പോൾ രണ്ട് വെക്ടേഴ്സ് നമ്മൾ എടുക്കുകയാണ്. രണ്ടിനും ഒരേ സ്റ്റാർട്ടിംഗ് പോയിന്റ് ആണെന്ന് കരുതുക. ഇത് എ, വെക്ടർ എ, വെക്ടർ ബി. രണ്ടിൻ്റെയും സ്റ്റാർട്ടിംഗ് പോയിന്റ് സെയിം ആണ്. അപ്പോൾ ഇവയ്ക്കിടയിലുള്ള ആംഗിൾ നമ്മളെന്ന് പറയുന്നത് ആംഗിൾ ബിറ്റ്വീൻ ദ ടു വെക്ടേഴ്സ് വെക്ടർ എ ആൻഡ് ബി. അപ്പം ഒരു ഇനിഷ്യൽ പോയിന്റ്, ഇപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് തുടങ്ങുന്നു, ഇവിടുന്ന് ഇങ്ങോട്ട്. നേരെ കുറച്ച് ഇങ്ങനെയാണ് ആ വെക്ടർ വന്നിരുന്നെങ്കിൽ നമ്മൾ എങ്ങനെ ഇത് പറയാൻ സാധിക്കും? അതായത് ഇത് വെക്ടർ എ, ഇത് വെക്ടർ ബി, ഇങ്ങോട്ടാണ്. സ്റ്റാർട്ടിംഗ് പോയിന്റ് സെയിം അല്ല ഇത്. അപ്പോൾ നമുക്കിതിൻ്റെ ആംഗിൾ എങ്ങനെയാണ് നമ്മൾ ഡിഫൈൻ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഇങ്ങോട്ട് എടുത്ത് ഇത് നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു.
ഈ വെക്ടർ നമ്മൾ ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്യും. അപ്പോൾ ഇതിൻ്റെ ഡയറക്ഷൻ ഇങ്ങോട്ട് തന്നെയായിരിക്കും, ഇതിൻ്റെ ഡയറക്ഷൻ ഇങ്ങോട്ടായിരിക്കും. അപ്പോൾ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നതായിട്ട് നമുക്ക് തോന്നും അല്ലേ? അങ്ങനെ നമുക്ക് എടുക്കാൻ സാധിക്കും. അപ്പോൾ ഈ ആംഗിൾ ആയിരിക്കും ഇതിൻ്റെ ആംഗിൾ ബിറ്റ്വീൻ വെക്ടർ എ ആൻഡ് ബി എന്ന് പറയുന്നത്. നേരെ കുറച്ച് ഇങ്ങനെയാണ് വെക്ടർ വരുന്നതെന്ന് കരുതുക. ഇങ്ങനെ വരുമ്പോൾ ഇത് ഫ്രീ വെക്ടർ ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ഈ വെക്ടറിനെ നമുക്ക് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തെടുക്കാം. ഈ മാഗ്നിറ്റ്യൂഡോ ഇതൊന്നും ചേഞ്ച് ചെയ്യാതെ തന്നെ ഇത് വെക്ടർ എ, ഇത് വെക്ടർ ബി ആണ് കരുതുക. അപ്പോൾ ഈ വെക്ടർ എ നമ്മൾ അവിടെ തന്നെ നിർത്തിക്കൊണ്ട് ഇതിനെ ഇങ്ങോട്ട് കൊണ്ടുവരിക. ഇത്രയുമാണ് മാഗ്നിറ്റ്യൂഡ് വ്യത്യാസപ്പെടുത്താതെ നമ്മളിങ്ങനെ വരച്ച് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തെന്ന് വിചാരിക്കും. അപ്പോൾ നമുക്ക് എന്താ പറയാൻ സാധിക്കും? ഇപ്പോൾ ഇതിൻ്റെ ഡയറക്ഷൻ ഇങ്ങോട്ട് തന്നെയാണ്. അപ്പോൾ നമുക്ക് ഈ ആംഗിളാണ് ഇതിൻ്റെ ആംഗിൾ ബിറ്റ്വീൻ ദ വെക്ടേഴ്സ് എന്ന് പറയാൻ സാധിക്കും, വെക്ടർ എ ആൻഡ് വെക്ടർ ബി. ഇപ്പോൾ രണ്ടും ഒരേ പോയിന്റിൽ നിന്ന് ഇവിടെ നമുക്ക് ആംഗിൾ വേണം ഇങ്ങനെ പറയാൻ സാധിക്കും. ഇപ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ടും ഇവിടുന്ന് ഇങ്ങോട്ടും അല്ലേ വരുന്നത്. അപ്പോൾ രണ്ട് പോയിന്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം. ഇത് ഇങ്ങോട്ട് വന്നതുകൊണ്ട് നമുക്ക് എന്താ പറയാൻ സാധിക്കും? ഇതിങ്ങനെ ഇവിടുന്ന് ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്യുന്നതായിട്ട് കരുതാൻ സാധിക്കും. എന്നിട്ട് നമ്മൾ ഇതുകൂടി ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് ഈ ആംഗിൾ, ഇപ്പോൾ ഈ ആംഗിൾ നമുക്ക് ഈ ആംഗിൾ തീറ്റ ആണെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് ഈ ആംഗിൾ കണ്ടുപിടിക്കണമെങ്കിൽ എന്താണ്? ഈ മൊത്തം ആംഗിൾ എന്ന് പറയുന്നത് 180 ആണ്. അപ്പോൾ ഈ ആംഗിൾ എന്ന് പറയുന്നത് എന്തായിരിക്കും? 180 മൈനസ് തീറ്റ. അപ്പോൾ ഇതായിരിക്കും ഈ ആംഗിൾ ബിറ്റ്വീൻ ദ വെക്ടേഴ്സ്. ഈ ആംഗിൾ നമുക്ക് അളക്കാൻ പറ്റും. പക്ഷേ ആംഗിൾ ബിറ്റ്വീൻ വെക്ടർ എ ആൻഡ് വെക്ടർ ബി എന്ന് പറയുന്നത് എന്താണ്? ദാറ്റ് ഈസ് 180 മൈനസ് തീറ്റ ആയിരിക്കും. അതിൻ്റെ കാരണം അറിയാമല്ലോ, ഇവിടുന്ന് ഇങ്ങോട്ടാണ് വന്നത്, ഇവിടുന്ന് ഇങ്ങോട്ടും പോകുന്നു. സെയിം സ്റ്റാർട്ടിംഗ് പോയിന്റ് അല്ല. അപ്പോൾ നമ്മൾ സെയിം സ്റ്റാർട്ടിംഗ് പോയിന്റ് ആക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഇത് അങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്യുന്നു. ഇത് ഇവിടെ ഓൾറെഡി ഉണ്ട്. അപ്പോൾ ഈ ആംഗിൾ നമുക്ക് അറിയാമെങ്കിൽ യഥാർത്ഥത്തിലുള്ള ഈ രണ്ട് വെക്ടർ എയും വെക്ടർ ബിയും തമ്മിലുള്ള ആംഗിൾ നമുക്ക് എന്തെന്ന് പറയാൻ സാധിക്കും? അപ്പോൾ ഇത് തന്നെയാണ് വെക്ടർ എ എന്ന് പറയുന്നത്, ഇത് തന്നെയാണ്. ഇവിടുന്ന് അങ്ങോട്ടും വരുന്നു. അപ്പം ഈ ആംഗിൾ എന്ന് പറയുന്നത് എന്താ വരും? 180 മൈനസ് തീറ്റ ആയിരിക്കും. അപ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലാക്കുന്ന ആംഗിൾ ബിറ്റ്വീൻ ടു വെക്ടേഴ്സ് എന്ന് പറയുന്നത് 0യ്ക്കും 180ക്കും ഇടയിലുള്ള ഒരു ആംഗിളാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഇങ്ങനെ ഇത് ആംഗിൾ ബിറ്റ്വീൻ വെക്ടേഴ്സ് സ്റ്റാർട്ടിങ് വിത്ത് ദ സെയിം ഇനിഷ്യൽ പോയിന്റ് ഓർ അപ്പിയർ ടു സ്റ്റാർട്ട് ഫ്രം ദ സെയിം പോയിന്റ്. അപ്പിയർ ടു സ്റ്റാർട്ട് ഉണ്ട് ഇവിടെ, അപ്പിയർ ടു സ്റ്റാർട്ട് ഫ്രം ദ സെയിം പോയിന്റ് എന്നാണ് നമുക്ക് തോന്നുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇത് 180 മൈനസ് തീറ്റ എന്ന് പറയുന്നത്. ഈ കേസിലാണെങ്കിൽ ഇതേയും ഇത് ഇത് ഇങ്ങോട്ടാണ് വരുന്നതെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും ഇത് ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്തപ്പോൾ ഇവിടെ ഫോം ചെയ്യുന്ന ആംഗിൾ ആയിരിക്കും എന്തെന്ന് പറയുന്നത് ഈ ആംഗിൾ ബിറ്റ്വീൻ ദ ടു വെക്ടേഴ്സ് എന്ന് പറയും. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. എന്താണ് തീറ്റ ആകാൻ ചില അവസരങ്ങളിൽ, തീറ്റ ആകാൻ ചില അവസരങ്ങളിൽ 180 മൈനസ് തീറ്റ ആകാനും സാധിക്കും. അടുത്തായിട്ട് നമ്മൾ എന്താണ് ഒരു വെക്ടർ നമ്മൾ പഠിച്ചു. ഇനി ഡിഫറെൻറ്റ് ഓപ്പറേഷൻസ് ആണ്. ഓപ്പറേഷൻ എന്ന് പറയുമ്പോൾ ബേസിക് ഓപ്പറേഷൻസ് ആയ അഡീഷൻ, സബ്ട്രാക്ഷൻ ഇതൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യമായിട്ട് നമുക്ക് വെക്ടർ അഡീഷൻ നോക്കാം. ഇവിടെ നമുക്ക് രണ്ട് ലോസ് ആണ് പഠിക്കാനുള്ളത്. അതിലൊരെണ്ണം ട്രയാങ്കിൾ ലോ ഓഫ് വെക്ടർ അഡീഷൻ. എന്താണ് ട്രയാങ്കിൾ ലോ ഓഫ് വെക്ടർ അഡീഷൻ നോക്കാം. നമുക്കിപ്പം ഇങ്ങനെ ഒരു വെക്ടർ എ ഉണ്ടെന്ന് വിചാരിക്കുക, ഇങ്ങനെ വെക്ടർ ബിയും വെക്ടർ എയും ഉണ്ടെന്ന് കരുതുക. ഇവ ഫ്രീ വെക്ടേഴ്സ് ആയതുകൊണ്ട് നമുക്കതിനെ ഒരു ഇങ്ങനെ ഒന്ന് റീപ്ലേസ് ചെയ്യാണ്. ഡയറക്ഷനും മാഗ്നിറ്റ്യൂഡും ഒന്നും വ്യത്യാസം വരാതെ നമ്മൾ ഇങ്ങനെ എടുക്കുക. ഞാൻ എൻ്റെ പോയിന്റ്സിന് പേരൂടെ കൊടുക്കുക, എ ബി സി. അപ്പം ബിയിലോട്ട് നമ്മൾ ഇതിനെ ചേർത്ത് വെക്കുന്നു. അപ്പോൾ സാധാരണ രീതിയിൽ എ വെക്ടർ എ പ്ലസ് വെക്ടർ ബി അത് നമ്മൾ ഇവിടെ നിങ്ങോട്ട് ഇതിൻ്റെ ഈ ഡിസ്പ്ലേസ്മെൻ്റ് ആയിട്ടാണ് നമ്മൾ എ വെക്ടർ എ പ്ലസ് വെക്ടർ ബിയുടെ സമ്മിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അതിൻ്റെ ഡയറക്ഷൻ ഇങ്ങോട്ടായിരിക്കും. നോക്കിയേ, ഇപ്പം നമ്മൾ ഇതിൻ്റെ ഈ ഡിസ്പ്ലേസ്മെൻ്റ് എടുത്തപ്പോൾ ഒരു ട്രയാങ്കിളായിട്ടാണ് നമുക്ക് ഫോം ചെയ്തിരിക്കുന്നത്. നമ്മളെന്താണ് രണ്ട് വെക്ടേഴ്സ് എയും ബിയും എടുത്തു. അതിൻ്റെ സം എന്ന് പറയുന്നത് ഈ ഡിസ്പ്ലേസ്മെൻ്റ് ആയിരിക്കും എപ്പോഴും. ഇപ്പോൾ എയുടെ ഡയറക്ഷൻ ഇവിടെ നിന്ന് ഇങ്ങോട്ട്, വെക്ടർ ബിയുടെ ഡയറക്ഷൻ ഇങ്ങോട്ടും ആണെങ്കിൽ എ പ്ലസ് സിയുടെ ഡയറക്ഷൻ ഇങ്ങോട്ടായിരിക്കും.
എന്ന് പറഞ്ഞാൽ വെക്ടർ എ ബി പ്ലസ് വെക്ടർ ബി സി ഇസ് ഈക്വൽ ടു വെക്ടർ എ സി ആണ്. സാധാരണ രീതിയിൽ ഈ ഡയറക്ഷന് എ ബി ഇങ്ങോട്ട് വന്നു, ബി സി ഇവിടുന്ന് വന്നു, സാധാരണ ഇങ്ങോട്ടാണ് നമ്മൾ പോകാറുള്ളത്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. വെക്ടറിൻ്റെ കേസിൽ എന്താണ്, ഇവിടുന്ന് അങ്ങോട്ടാണ് ഡയറക്ഷൻ പറയുന്നത്. അപ്പോൾ ഇതാണ് ട്രയാങ്കിൾ ലോ നമ്മളോട് പറഞ്ഞു തരുന്നത്. രണ്ട് വെക്ടറിൻ്റെ അഡീഷൻ. ഇഫ് two adjacent sides of a triangle represent two vectors, then their sum represent the third side taken in the reverse order. എന്താ റിവേഴ്സ് ഓർഡർ എന്ന് പറയാൻ? റിവേഴ്സ് ഓർഡർ എന്നുള്ള പ്രത്യേകം ശ്രദ്ധിക്കണം. റിവേഴ്സ് ഓർഡർ എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ. നമ്മളിവിടുന്ന് ഇങ്ങോട്ട് പോയി, ഇവിടുന്ന് ഇങ്ങോട്ട് വന്നാൽ സാധാരണ ഇങ്ങോട്ടാണ് വരുന്നത്. പക്ഷേ സം റെപ്രസെൻറ്റ് ചെയ്യുന്നത് തിരിച്ച് അങ്ങോട്ടാണ്. സോ എന്താണ് ട്രയാങ്കിൾ ലോ ഓഫ് വെക്ടർ അഡീഷൻ പറയുന്നത്? ഈ two vectors vector A and vector B are represented by two adjacent sides of a triangle. Then the third side in the reverse order will represent the sum of vector A and vector B. അപ്പോൾ ഇതാണ് ഒരു ട്രയാങ്കിൾ ലോ നമ്മളോട് പറഞ്ഞു തരും. അടുത്തായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് പാരലോഗ്രാം ലോ ഓഫ് വെക്ടർ അഡീഷൻ ആണ്. പാരലോഗ്രാം ലോ ഓഫ് വെക്ടർ അഡീഷൻ എന്താണ്? പാരലോഗ്രാം ലോ ഓഫ് വെക്ടർ അഡീഷൻ അതായത് നമ്മൾ കോയിൻഷ്യൽ വെക്ടേഴ്സ് ആയിട്ട് എ ബി എടുക്കാമെന്ന് വിചാരിക്കും. രണ്ട് വെക്ടേഴ്സ് കോയിൻഷ്യൽ വെക്ടേഴ്സ് ആണെന്ന് പറഞ്ഞാൽ സെയിം സ്റ്റാർട്ടിംഗ് പോയിന്റ് ആണ്. അങ്ങനെ വരുന്ന അവസരങ്ങളിൽ നമുക്ക് ഇവയുടെ അഡീഷൻ കാണാനായിട്ട് നമ്മളിവിടെ ഒരു പാരലോഗ്രാം കംപ്ലീറ്റ് ചെയ്യും. ഇപ്പോൾ ഇതിൻ്റെ ഡയറക്ഷൻ ഇങ്ങോട്ടാണ്, ഇതിൻ്റെ ഡയറക്ഷൻ ഇങ്ങോട്ടാണ്. ഇപ്പോൾ എ ബി സി ഡി നമ്മളൊരു പാരലോഗ്രാം കംപ്ലീറ്റ് ചെയ്യണം. നമുക്ക് ആദ്യം ഉണ്ടായിരുന്നത് കോറ്റർമിനസ് ആയിട്ടുള്ള കോയിൻഷ്യൽ പോയിന്റ് ആയിട്ടുള്ള രണ്ട് വെക്ടേഴ്സ് ആയിരുന്നു. എന്നിട്ട് നമ്മൾ ആ വെക്ടേഴ്സ് അതുപോലെ നിർത്തിക്കൊണ്ട് ഒരു പാരലോഗ്രാം കംപ്ലീറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഈ ഒരു ഡയറക്ഷൻ ബി സി എന്ന് പറയുന്നത് ബി തന്നെയല്ലേ. ഇതിന് പാരലൽ അതേ മാഗ്നിറ്റ്യൂഡ് അതേ ഡയറക്ഷനാണ്. പാരലോഗ്രാം ആയതുകൊണ്ട് ഓപ്പോസിറ്റ് സൈഡ് ഈക്വലും പാരലലുമാണ്. ഇവിടെ അങ്ങോട്ടുള്ള എയും ആയിരിക്കും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ എ ബാർ പ്ലസ് ബി ബാർ എന്നതായിരിക്കും. അല്ലെങ്കിൽ വെക്ടർ എ പ്ലസ് വെക്ടർ ബി എന്തായിരിക്കും? ഇവിടുന്ന് ഇങ്ങോട്ടായിരിക്കും വെക്ടർ എ പ്ലസ് വെക്ടർ ബി എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ്, നമ്മൾ രണ്ട് വെക്ടേഴ്സ് ഒരു പാരലോഗ്രത്തിൻ്റെ സൈഡ്സായിട്ട് വരികയാണെങ്കിൽ their sum will represent the diagonal of the parallelogram passing through the common point. പ്രത്യേകം ശ്രദ്ധിക്കണം, പാസിങ് ത്രൂ ദ കോമൺ പോയിന്റ്. അതായത് ഒരെണ്ണം ഇങ്ങോട്ട് ഇവിടുന്ന് ഇങ്ങോട്ട് വേണമെങ്കിൽ ഈ കോമൺ പോയിന്റിൽ നിന്നുള്ള ഡയഗണലായിരിക്കും ഏതിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്, അതിൻ്റെ സമ്മിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്, അല്ലാതെ ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ഡയഗണലല്ല. അതുകൊണ്ടാണ് പാസിങ് ത്രൂ ദ കോമൺ പോയിന്റ് പ്രത്യേകം എടുത്തത്. അപ്പോൾ എന്താണ് ഒരു പാരലോഗ്രാം ലോ, രണ്ട് വെക്ടറിൻ്റെ അഡീഷൻ കാണാൻ പാരലോഗ്രാം ലോ എങ്ങനെയാണ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്? അല്ലെങ്കിൽ അതിൻ്റെ പാരലോഗ്രാം ലോയുടെ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? ഇഫ് ടു വെക്ടേഴ്സ് ക്യാൻ ബി റെപ്രസെൻറ്റഡ് ബൈ ദ ടു അഡ്ജസൻറ്റ് സൈഡ്സ് ഓഫ് എ പാരലോഗ്രാം, then its diagonal to the common point will represent the sum of these two vectors. അപ്പോൾ ഇതിനെയാണ് നമ്മൾ എന്താണ് പാരലോഗ്രാം ലോ ഓഫ് വെക്ടർ അഡീഷൻ. അപ്പോൾ രണ്ട് ലോയാണ് നമ്മളെ വെക്ടർ അഡീഷൻ കാണാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. ഒന്ന് ട്രയാങ്കിൾ ലോ ഓഫ് വെക്ടർ അഡീഷൻ, രണ്ടാമത്തെ പാരലോഗ്രാം ലോ ഓഫ് വെക്ടർ അഡീഷൻ. അപ്പോൾ വെക്ടർ അഡീഷൻ്റെ പ്രോപ്പർട്ടീസ് നമുക്ക് നോക്കാം. അഡീഷൻ്റെ പ്രോപ്പർട്ടീസാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു, നമ്മളിങ്ങനെ ഒരു പാരലോഗ്രാം എടുക്കുകയാണെങ്കിൽ ഇത്രയും ഭാഗം എ വെക്ടർ എ, ഇത്രയും ഭാഗം വെക്ടർ ബി, അങ്ങനെയാണെങ്കിൽ ഇത് വെക്ടർ ബി തന്നെയായിരിക്കും. പാരലോഗ്രാം ആയതുകൊണ്ട് ഇതിൻ്റെ ഡയറക്ഷൻ ഇങ്ങോട്ടായിരിക്കും. ഇത് വെക്ടർ എ തന്നെയായിരിക്കും. അപ്പോൾ നമ്മളിപ്പോൾ പഠിച്ച അനുസരിച്ച് ഇത് ബി, ഇത് സി, ഇത് ഡി ആണെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മളിങ്ങനെ എടുത്തു കഴിഞ്ഞാൽ വെക്ടർ എ പ്ലസ് വെക്ടർ ബി എന്ന് പറഞ്ഞാൽ എന്താണ്? എ ബി പ്ലസ് ബി സി ആണ്. വെക്ടർ എ ബിയും വെക്ടർ ബി സിയും തമ്മിൽ സം ചെയ്യുന്നു. അതിപ്പോൾ നമ്മൾ ട്രയാങ്കിൾ ലോ അനുസരിച്ച് ഇതായിരിക്കും നമുക്ക് വെക്ടർ എ പ്ലസ് വെക്ടർ ബി റെപ്രസെൻറ്റ് ചെയ്യുന്നത് എ സി ആയിരിക്കും. ഇനി നമ്മളിവിടെ തുടങ്ങിയാന്ന് വിചാരിച്ചു, വെക്ടർ ബി പ്ലസ് വെക്ടർ എ എടുക്കാമെന്ന് വിചാരിച്ചു. എന്ന് പറഞ്ഞാൽ എ ഡി പ്ലസ് എ സി ആണ്. എ ഡി പ്ലസ് ഡി സി ആണ്. എ ഡി പ്ലസ് ഡി സി.
അപ്പോൾ അതിൻ്റെ റിവേഴ്സ് ഓർഡറിലായിരിക്കും അതിൻ്റെ സം എന്ന് പറയുന്നത്. അതെന്തായിരിക്കും? അത് AC, വെക്ടർ AC ആയിരിക്കും. അപ്പോൾ നിങ്ങൾ രണ്ട് ഇക്വേഷൻ ഒന്ന് നോക്കി. ഇവിടെ വെക്ടർ A പ്ലസ് വെക്ടർ B ഈക്വൽ ടു വെക്ടർ B പ്ലസ് വെക്ടർ എന്ന് കാണാൻ സാധിക്കും. അപ്പോൾ ഇതിന് നമ്മൾ എന്താ അർത്ഥമാക്കുന്നത്? വെക്ടർ അഡീഷൻ ഈസ്, ഇങ്ങനെ കാണുമ്പോൾ അറിയാം രണ്ട് വെക്ടർ എയും ബിയും എടുത്തു കഴിഞ്ഞാൽ വെക്ടർ A പ്ലസ് വെക്ടർ B ഈക്വൽ ടു വെക്ടർ B പ്ലസ് വെക്ടർ A ആയിരിക്കും. അതുകൊണ്ട് തന്നെ പറയാൻ സാധിക്കും വെക്ടർ അഡീഷൻ ഈസ് കമ്മ്യൂട്ടേറ്റീവ് ആണ് നമുക്ക് പറയാം. വെക്ടർ അഡീഷൻ ഈസ് കമ്മ്യൂട്ടേറ്റീവ്. അതാണ് ഒന്നാമത്തെ പ്രോപ്പർട്ടി. രണ്ടാമത്തെ പ്രോപ്പർട്ടി അസോസിയേറ്റിവിറ്റി. വെക്ടർ അഡീഷൻ ഈസ് അസോസിയേറ്റീവ് എന്ന് പറയുക. ആദ്യം നമ്മൾ പറഞ്ഞ എന്താണ്? വെക്ടർ അഡീഷൻ ഈസ് കമ്മ്യൂട്ടേറ്റീവ് എന്ന് നമ്മൾ പറഞ്ഞു. ഇതേപോലെ തന്നെ നമുക്ക് വെക്ടർ അഡീഷൻ, ഇതിൻ്റെ പ്രൂഫ് എല്ലാം ചോദിക്കുകയാണെങ്കിൽ ഇതേപോലെ ഈ പടം വരച്ചങ്ങ് പറഞ്ഞാൽ മതി. വെക്ടർ അഡീഷൻ ഈസ് അസോസിയേറ്റീവ്. സാധാരണ രീതിയിൽ എന്താ അസോസിയേറ്റീവ് എന്ന് പറഞ്ഞാൽ നമ്മൾ മിനിമം അസോസിയേറ്റിവിറ്റി പറയാൻ 3 വെക്ടേഴ്സാണ് നമുക്ക് വേണ്ട. A, B, C എടുക്കുന്നു. ഇതെന്ന് പറയുന്നത് തന്നെയാണ് വെക്ടർ A പ്ലസ് വെക്ടർ B പ്ലസ് C ഈക്വൽ ടു A പ്ലസ് B പ്ലസ് C വെക്ടറാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഇതിൻ്റെ ഒരു പ്രൂഫ് വല്ലതും നമുക്ക് പറയാൻ സാധിച്ചാൽ എങ്ങനെ പറയാൻ സാധിക്കും നോക്കാം. അപ്പം ഞാൻ ഇങ്ങനെ എടുക്കാമെന്ന് വിചാരിച്ചു. ABCD, ഇത് വെക്ടർ A, ഇത് വെക്ടർ B, ഇത് വെക്ടർ C ആണെന്ന് വിചാരിച്ചു. ഇതിൻ്റെ ഡയറക്ഷൻ ഇങ്ങോട്ട്. അപ്പം ഞാൻ ആദ്യത്തെ ഇവിടെ വെക്ടർ A പ്ലസ് വെക്ടർ B എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? നമുക്കിവിടെ ഒന്ന് റെപ്രസെൻ്റ് ചെയ്താൽ AB പ്ലസ് BC, ഇപ്പോൾ AC എന്ന് വരും. അപ്പോൾ ഇതായിരിക്കും നമുക്ക് റെപ്രസെൻ്റ് ചെയ്താൽ വെക്ടർ A പ്ലസ് വെക്ടർ B ഇങ്ങനെ ആയിരിക്കും വരാൻ പോകും. ഇനി അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ വെക്ടർ A പ്ലസ് വെക്ടർ B അതിൻ്റെ കൂടെ വെക്ടർ സിയും കൂടെ സം ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഓൾറെഡി തന്നെ വെക്ടർ AC ആണ്. അതിൻ്റെ കൂടെ വെക്ടർ C എന്ന് പറയുമ്പോൾ എന്താണ്? CD, വെക്ടർ CD കൂടെ സം ചെയ്യുകയാണ്. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടാകുമ്പോഴത്തേക്കിന് ഇതിൻ്റെ സം ഇങ്ങനെ ആയിരിക്കും വരാൻ പോകുന്നത്. അതെന്തായിരിക്കും? അതായത് AC പ്ലസ് CD എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് പറയാൻ സാധിക്കും? AD ആണ്. അപ്പോൾ നമ്മൾ ഇങ്ങനെ കാണുകയാണ്. വെക്ടർ A പ്ലസ് വെക്ടർ B പ്ലസ് വെക്ടർ C എന്ന് പറഞ്ഞാൽ നമുക്കെന്ത് കിട്ടി? വെക്ടർ AD എന്ന് കിട്ടി. നമുക്ക് തിരിച്ചു തുടങ്ങാം. അതേപോലെ തന്നെ ഇത് വെക്ടർ B, ഇത് വെക്ടർ C ആണെന്ന് വിചാരിച്ചു. ABC. അപ്പം ഞാൻ വെക്ടർ B പ്ലസ് വെക്ടർ C എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മളിവിടെയാണ് വെക്ടർ B പ്ലസ് വെക്ടർ C എന്ന് പറയുമ്പോൾ BC പ്ലസ് CD എന്ന് എടുക്കും. അപ്പോൾ അതിൻ്റെ സമയം ഇവിടെ ഇങ്ങോട്ട് പോകുമ്പോൾ ഇതിൻ്റെ സമം എന്ന് പറയുന്നത് ഇങ്ങനെ വരും. ഈ ഒരു ഡയറക്ഷനിലായിരിക്കും വെക്ടർ B പ്ലസ് വെക്ടർ C എന്ന് പറയുന്നത്. ഇതായിരിക്കും. ഇനി നമ്മളെ അടുത്ത വെക്ടർ A പ്ലസ് വെക്ടർ B പ്ലസ് വെക്ടർ C കാണുന്നു. വെക്ടർ A റെപ്രസെൻ്റ് ചെയ്യുന്നത് എന്താണ്? AB ആണ്. വെക്ടർ B പ്ലസ് വെക്ടർ C എന്ന് റെപ്രസെൻ്റ് ചെയ്യുന്നത് എന്താണ്? നമുക്കറിയാം. ഇത് കണ്ടപ്പോഴേ നമുക്ക് മനസ്സിലായി B തൊട്ട് D വരെയുള്ള വെക്ടർ ആയിരിക്കും ഇത്. അപ്പം വെക്ടർ B പ്ലസ് വെക്ടർ C എന്ന് പറഞ്ഞാൽ എന്താണ്? വെക്ടർ BD ആണ്. അപ്പോൾ A പ്ലസ് B പ്ലസ് C എന്ന് പറയുമ്പോൾ നമുക്ക് എന്തെടുക്കാം? എക്ക് പകരം നമ്മൾ AB എന്ന് എടുക്കുന്നു. B പ്ലസ് Cക്ക് പകരം നമ്മൾ BD എന്ന് എടുക്കും. സോ വാട്ട് ഈസ് AB പ്ലസ് BD? ഇതിൻ്റെ ഡയറക്ഷൻ ഇങ്ങോട്ട്, ഇതിൻ്റെ ഡയറക്ഷൻ ഇങ്ങോട്ടാകുമ്പോൾ ഇതിൻ്റെ സമനിൻ്റെ ഡയറക്ഷൻ ഇങ്ങോട്ട് വരും. ഈ ഒരു പോർഷൻ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പം AB പ്ലസ് BD എന്ന് പറയുമ്പോൾ എന്താണ്? AD ആണ് ഇവിടെ വരാൻ പോകുന്നത്. വെക്ടർ AD ആണ്. അപ്പോൾ ഇക്വേഷൻ 1ഉം 2ഉം കൂടെ നിങ്ങൾ നോക്കി. നമ്മൾ ഇങ്ങനെ അസോസിയേറ്റിവിറ്റി എടുക്കുമ്പോൾ നമുക്ക് ഫൈനൽ ആൻസർ കിട്ടുന്നത് വെക്ടർ AD ആണ്. ഇങ്ങനെയാണ് നമ്മൾ സം ചെയ്യുന്നതെങ്കിലും അപ്പോഴും നമുക്ക് കിട്ടുന്നത് എന്താണ്? വെക്ടർ AD ആണ്. അപ്പോൾ ഫ്രം 1 and 2 നമുക്ക് എന്ത് പറയാൻ സാധിക്കും? ഫ്രം 1 and 2 വെക്ടർ A പ്ലസ് വെക്ടർ B പ്ലസ് വെക്ടർ C ഈക്വൽ ടു വെക്ടർ A പ്ലസ് വെക്ടർ B പ്ലസ് വെക്ടർ C. ഈ ബ്രാക്കറ്റിൽ, അതായത് ഏത് ഓർഡറിൽ സം ചെയ്താൽ ഇതിൻ്റെ ഫൈനൽ പോയിന്റ് ഒരു റിസൾട്ടായിട്ട് നമുക്ക് പറയുന്നത് 3 വെക്ടർ ഉണ്ടെങ്കിൽ
അത് ഏത് ഓർഡറിൽ സം ചെയ്താലും നമുക്ക് സെയിം ആൻസർ തന്നെയായിരിക്കും വെക്ടറായിട്ട് കിട്ടാൻ പോകുന്നതാണ് നമ്മൾ ഇവിടുന്ന് പഠിക്കുന്ന ഒരു കാര്യം. അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് പ്രോപ്പർട്ടി വെക്ടർ അഡീഷണൽ പ്രോപ്പർട്ടി പറഞ്ഞാൽ ആദ്യം നമ്മൾ പറഞ്ഞ കമ്മ്യൂട്ടേറ്റീവ് ആണെന്ന് പറഞ്ഞു, രണ്ടാമത് നമ്മൾ അസോസിയേറ്റീവ് ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്തു.